ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇക്ക വരുന്ന ദിവസമാണ് കേട്ടോ. ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ ആൾക്കുള്ള കുറച്ച് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഫിഷും ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധൈര്യമെല്ലാം മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ ഈ തവണ വാങ്ങിയത്. അപ്പോൾ ആൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പോൾ അവരോട് വിളിച്ച് പറഞ്ഞിട്ട് ഫിഷും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേരും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ഹാറുവിൻ്റെ പനി അവസാന ഘട്ടത്തിലേക്കാണ്. ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇന്നിപ്പോൾ സ്കൂളോ മദ്രസയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരെയും ഞാൻ വിളിക്കാനും നിന്നിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മെനു പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമീൻ പൊള്ളിച്ചതാക്കാമെന്നിട്ട് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ വാഴയിലയും എല്ലാം വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ കറി ഉണ്ട് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറി ഉണ്ട്. അപ്പോൾ അതും ആക്കുന്നുണ്ട്. പിന്നെ ഗീ റൈസ്, പിന്നെ ഗോതമ്പിൻ്റെ ഒരു പായസം, പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസ്. അത്രയായിട്ടാണ് പ്ലാൻ ചെയ്യണേ. അപ്പോൾ കരിമീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ കരിമീൻ കുറച്ചും കൂടി വൈറ്റ് കളറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കല്ലേലൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ച്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറ് പോകാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഇതിനെ ഒന്ന് മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, നാരങ്ങാനീര് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു 7 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇക്ക വരും എന്ന് പറഞ്ഞിരുന്നെങ്കിലും തലേ ദിവസമാണ് ആൾ പറയുള്ളൂ. ഇപ്പോൾ ഓരാണ് ടിക്കറ്റ് എടുക്കുന്നതും തൊട്ട് മുമ്പായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. രാവിലെ 10 മണിക്കാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ച കഴിഞ്ഞൊരു 2:30 ആ ഒരു സമയമാകുമ്പോൾ ഇവിടെ എത്തുമല്ലോ. അപ്പോൾ എന്തായാലും ലഞ്ചിൻ്റെ ടൈം ആകുമ്പോൾ ഇൻഷാല്ലാ അവിടെ എത്തും. ഒരു കാര്യം കൂടി വിട്ടുപോയി. ഡിന്നറിലേക്ക് ഞാൻ ബട്ടർ നാനും കൂടി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവും കൂടി ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാ കിച്ചണിലെ പണികൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അപ്പോൾ രാത്രിയും നാളെ നമുക്കിവിടെ ഒരു വിഷു ഈദ് ഉൽ ഫിത്തർ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ എന്തായാലും ഫൈനൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എനിക്ക് ഇറങ്ങേണ്ടേയും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും അങ്ങോട്ട് കഴിച്ചു വെക്കാമെന്ന് കരുതി. പക്ഷെ എല്ലാം ഒന്നും നടന്നിട്ടില്ല. എനിക്ക് എല്ലാം ഒന്നും ചെയ്ത് തീർക്കാനും പറ്റിയില്ല കേട്ടോ. പായസവും ഞാൻ പിറ്റേ ദിവസത്തേക്ക് മാറ്റി. അതേപോലെ ബട്ടർ നാനും പിറ്റേന്നത്തേക്കാണ് കേട്ടോ ചെയ്തത്. ആരെങ്കിലും വരുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യും. എന്നിട്ട് ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് ആ ലിസ്റ്റിലുള്ള സംഭവങ്ങളുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് വീട്ടിലില്ലാത്ത സംഭവങ്ങളാണെങ്കിൽ നമ്മളത് വിളിച്ച് പറഞ്ഞ് തലേ ദിവസം തന്നെ വാങ്ങി വെക്കും കേട്ടോ. കാരണം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് പോയി വാങ്ങിക്കലും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അല്ലെങ്കിലും ഗ്രാൻഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ കൂടുതലും വാങ്ങിക്കണേ. അപ്പോൾ തലേ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞ് സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പണി തുടങ്ങാമല്ലോ. അല്ലെങ്കിൽ അതൊക്കെ വരാൻ തന്നെ കുറേ ടൈം എടുക്കും. ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2.5-3 മണിക്കൂറോളം ഡിലേ ആവും കേട്ടോ. ഇപ്പോൾ നൂണ് ബെസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ ഓൺലൈനായിട്ട്. 15 മിനിറ്റ് കൊണ്ട് സംഭവം എത്തും. പക്ഷേ ഞാനിതുവരെ ഓർഡർ ആക്കിയിട്ടില്ല കേട്ടോ. ഇൻഷാല്ലാ ഓർഡർ ആക്കണം. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും എമർജൻസി വന്നാൽ നൂണിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാറ്. അങ്ങനെ കരിമീനെ നന്നായിട്ട് മസാലയൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ചിക്കനുമാണ്. ചിക്കൻ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു കറിക്ക് ബെസ്റ്റ് കേട്ടോ. ചിക്കൻ ദം കറി എന്നാണ് പറയുക. നമ്മുടെ ഫദ്വാസ് കിച്ചൺ എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ 2-3 തവണ ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഒരു നോർമൽ നാടൻ ചിക്കൻ കറീനേക്കായും ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാൻ ചിക്കൻ പെരട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 കിലോ ചിക്കനാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും കൂടി എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ വെക്കണേ. അപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ കറിക്കട്ട് തന്നെയാണ്. അപ്പോൾ ബ്രസ്റ്റ് പീസും കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ പീസായിട്ട് അതും കട്ട് ചെയ്തിട്ട് ഒരുമിച്ചൊരു ബൗളിലേക്ക് ഇട്ടിട്ട് മസാല കാര്യങ്ങളെല്ലാം തേച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ കയറി പോന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് ആൾ അവിടെ നിന്ന് ഒരു ഫുൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന്. പക്ഷേ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ വെയിറ്റ് 30 ആയിരുന്നു. പക്ഷേ എയർപോർട്ടിൽ വന്നപ്പോൾ 43 കിലോ ഉണ്ട്. അങ്ങനെ ചക്ക ഒഴിവാക്കേണ്ട വന്നു എന്നുള്ള വളരെ വിഷമകരമായ വാർത്ത ഞാൻ അപ്പം തന്നെ അറിഞ്ഞിട്ടോ. പിന്നെ ഇക്കായ അതുകൊണ്ട് ഡ്യൂട്ടി കൊടുത്ത് കയറ്റി കൊണ്ടുവരലാണ് പതിവ്. അപ്പോൾ 17,000 രൂപ എന്തോ ആവും.
എക്സ്ട്രാ 13 കിലോന് എന്നാണ് കേട്ടോ പറഞ്ഞ. ഭാഗ്യത്തിന് ആളതവിടെ ഉപേക്ഷിച്ചിട്ട് പോന്നു. ആ ബ്രദറാണ് കൊണ്ടുവന്നാക്കിയത്. അവരാണെങ്കിലും പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ എടുത്തു കൊടുത്ത് വെളിച്ചെണ്ണയും ഒരു ബോട്ടിലും കുറച്ച് മാങ്ങയും ഒക്കെ ഒഴിവാക്കിയെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്നാലും വേണ്ടിയില്ല, ഡ്യൂട്ടി കൊടുക്കാതെ സാധനം അവിടെ കൊടുത്ത് ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുമായിരിക്കും. ഇതേ അപ്പോൾ ചിക്കനൊക്കെ റെഡിയായി ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ബ്രസ്റ്റ് പീസൊക്കെ സാദിയുടെ ഫ്രോസൺ ആണ് വാങ്ങിക്കാറ്. ഇവിടെ ഓഫർ ഉണ്ടാവും കേട്ടോ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പോൾ ആ സമയത്ത് ഞാൻ 1 kg വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്രോസണിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. കറിയിലേക്ക് ശരിക്കും ഞാൻ എടുക്കലില്ല. പക്ഷേ ഇന്ന് കുറച്ച് ചിക്കൻ ഷോർട്ടേജ് ആയതുകൊണ്ട് ഞാൻ ചിക്കൻ പെരട്ട് തലേദിവസം ഉണ്ടാക്കിയതുകൊണ്ടാണ് അതങ്ങനെ കുറവായി പോയത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് തൈര്, ലെമൺ ജ്യൂസ്. പിന്നെ ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സവാള വറുത്തതാണ് കേട്ടോ. നമ്മൾ ഗീ റൈസിലേക്കൊക്കെ വറുത്തിടുമല്ലോ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇതൊരു 1 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 മീഡിയം സവാള നന്നായിട്ട് വറുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് പണി തുടങ്ങാൻ പറ്റിയത് ഞാൻ തലേ ദിവസം തന്നെ കരിമീനാണെങ്കിലും ചിക്കനാണെങ്കിലും ഫ്രിഡ്ജിൻ്റെ താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് സുബിയുടെ ടൈമിൽ പുറത്തേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ കറക്റ്റായിട്ട് ഐസൊക്കെ പോയി സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരത്തെ പണി കഴിക്കാം. നമുക്ക് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്താൽ എല്ലാം അതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ സവാള ഞാൻ വറുത്തിട്ടില്ല. അപ്പോൾ അത്രയും നേരം മസാലകളും കാര്യങ്ങളൊക്കെ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റാണ് ഫ്രൈ ചെയ്തിട്ട് അത് ആഡ് ചെയ്യുന്നത്. പിന്നെ മല്ലിയിലയും കുറച്ച് പുതിനയിലയും വേണം കേട്ടോ. പുതിനയിലയുടെ തണ്ട് യൂസ് ചെയ്യരുത്. പുതിനയില വളരെ കുറച്ച് മതി കേട്ടോ, ഒരു 5 or 6 മതിയാവും. അങ്ങനെ അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങയൊന്നും ഒരുപാട് എടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര കൂടിപ്പോവും. വളരെ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും പിന്നെ അതിലേക്ക് കുറച്ച് നട്ട്സും ബദാമും ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ ആ ഒരു തണുപ്പ് പോയിട്ടില്ല. അപ്പോൾ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും നട്ട്സും കാര്യങ്ങളൊന്നും ഒരുപാട് കൂടി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. വളരെ കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും മസാല പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഗീ റൈസിലേക്കും വേണമല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കുറച്ച് അതിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് മാത്രമാണെങ്കിൽ ഈ റൈസിലേക്ക് സവാള വറുത്തിടുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇക്ക വരുമ്പോൾ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യലുള്ളൂ. അങ്ങനെ സവാളയൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ചിക്കനിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഈ ഒരു സവാള വറുത്തതും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ നമ്മളുടെ തേങ്ങ അരച്ചതും. വേറെ ഒന്നുമില്ല കേട്ടോ. ബാക്കി ആഡ് ചെയ്യാനുള്ളതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്തൊരു കാര്യം ക്യുമിൻ സീഡ്സാണ്. ചെറിയ ജീരകത്തിൻ്റെ പൊടി എന്തായാലും മസ്റ്റായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മക്കൾ ഓരോരുത്തരായിട്ടൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. അവർക്കിടക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ അവിടെ സെറ്റ് ചെയ്തൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാട് TV വെച്ച് കൊടുക്കരുതെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആറും ബാൽക്കണിയിൽ പോയി അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം ആൾ ബാൽക്കണിയിൽ പോയി ഇരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ. സ്കൂളിൽ പോണ ദിവസമാണെങ്കിൽ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അല്ലാത്ത ദിവസങ്ങൾ രാവിലെ മൂപ്പര് എഴുന്നേറ്റ് പോരും. ഹംദാൻ അങ്ങനെയല്ല കേട്ടോ. വിളിച്ചിട്ടില്ലെങ്കിൽ അവൻ വൈകുന്നേരം വരെ കിടന്നുറങ്ങും. അതാണ് ഹംദാൻ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അതേ സവാള അതിൻ്റെ ഇടയിൽ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറിലേക്കുള്ളതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ചിക്കനിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ തേങ്ങയും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ഒതുക്കി അത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എത്രത്തോളം ചിക്കനാണോ എടുക്കുന്നത് അതനുസരിച്ച് മസാലയും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചിക്കനിലേക്ക് ആഡ് ചെയ്യേണ്ട സംഭവങ്ങൾ ഞാനിവിടെ പേജിൽ തന്നെ കൊടുത്തേക്കാട്ടോ. അപ്പോൾ അതനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇതങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹാസിമിനെ നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല കേട്ടോ. അവൻ സൈലൻ്റായിട്ടിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ എന്തെങ്കിലും പണിയൊപ്പിക്കും. ഞാൻ ലാസ്റ്റ് റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കാജലെടുത്ത് ഫുള്ള് കയ്യിലും കാലയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്ന് കാജൽ വാങ്ങിക്കുമ്പോഴും അതൊരാഴ്ച ആയുസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് തിരിച്ച് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവും. ഈ ഒരു ഡ്രസ്സിങ് ടേബിളിൻ്റെ പൊക്കത്താണ് സംഭവം വെക്കാറ്. പക്ഷേ അലമാരയുടെ മുകളിലേക്ക് വെച്ചിട്ടില്ലെങ്കിലുള്ളൊരു അവസ്ഥ ഇതാണ്. ഫുള്ള് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കൂട്ടെ. സത്യം പറഞ്ഞാൽ സങ്കടം വന്ന് കണ്ടപ്പോൾ. പിന്നെ ആളെ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി എന്നിട്ടും അത് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്ത്
കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണത് സത്യമായിട്ടൊന്ന് സെറ്റായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ രാത്രിയിലത്തേക്കുള്ള ബട്ടർ നാനിന് വേണ്ടിയിട്ട് മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് 3 കപ്പ് മൈദയാണെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. ഇനി അതിലേക്ക് വേണ്ടത് ഷുഗർ, തൈര്, അതേപോലെ പാല്, പിന്നെ ഓയിൽ, അത്രയാണ് വേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാലിനും തൈരിനും ഒട്ടും തണുപ്പുണ്ടാവരുത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഓൾറെഡി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം നന്നായിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു 10-15 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയത്ത് കുറച്ച് നനവ് കൂടുതലുള്ള പോലെ തോന്നും, പക്ഷെ കയ്യിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തേച്ചാൽ മതി. അത് പൊങ്ങി വരുമ്പോൾ എല്ലാം സെറ്റായി വരും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴത്തേനും ഞാനിൻ്റെ കാര്യങ്ങൾ സെറ്റായി വരും. പിന്നെ ഇനി കരിമീനിലേക്കുള്ള മസാല റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് കുറച്ച് ചെറിയുള്ളി വലിയ സൈസായിട്ടുള്ളത് ഉണ്ടായിരുന്നു. ചെറിയുള്ളി നന്നാക്കാൻ ഈ പറഞ്ഞോണം നല്ല മടിയാണ് കേട്ടോ. നല്ല വലിയ സൈസായതുകൊണ്ട് തന്നെ അതിൻ്റെ പണി വേഗം കഴിഞ്ഞു. അപ്പോൾ അതും പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിനുശേഷം ഇതിലേക്കൊരു ചെറിയ സവാളയും ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാം സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടു. പിന്നെ അതിലേക്കൊരു തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ കരിമീൻ്റെ മസാല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോഴത്തേനും ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. പിള്ളേരതേ കുളിച്ച് പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ അതേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്തിട്ട് അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പച്ചമുളക് കുറച്ച് കുറവായിട്ട് തോന്നി, ഞാനൊരു 3-4 എണ്ണം എക്സ്ട്രാ കീറി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം തേങ്ങ ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിന് എരിവ് എന്തായാലും കുറവായിരിക്കും. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കരിമീൻ സെറ്റാക്കാം. അപ്പോൾ ഓരോ കരിമീൻ സെറ്റാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരെണ്ണം എടുക്കാം. ഞാൻ 2 വാഴയിലാണ് ഓൾറെഡി വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിൽ 2 എണ്ണം, മറ്റേതിൽ 2 എണ്ണം, അങ്ങനെ 4 എണ്ണമായിട്ട് സെറ്റ് ചെയ്യാമെന്നാട്ടോ വിചാരിക്കണേ. അപ്പോൾ അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ വാഴയില. എന്നിട്ട് കരിമീൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് മുരിച്ചൊന്നും എടുക്കരുത്, ജസ്റ്റ് ഒന്ന് വേവിക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഒരു സൈഡിൽ മസാല തേച്ചിട്ട് തിരിച്ചിടുക, മറ്റേ സൈഡും കൂടി ഒന്ന് മസാലയൊക്കെ ആഡ് ചെയ്യുക. മസാല കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായേനെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടി മസാല ഉണ്ടെങ്കിൽ അടിപൊളിയായേനെ. പിന്നെ കുറച്ചൊരു ഉപ്പും കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അത് വെന്ത് വരുമ്പോൾ അത് സെറ്റായിട്ട് വരുള്ളൂ. പിന്നെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറിവേപ്പിലയും തക്കാളിയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയമാകുമ്പോൾ നമുക്കൊന്ന് ഓവനിൽ വെച്ചെടുക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത്. ചട്ടിയിലിട്ട് വേണമെങ്കിലും തിരിച്ച് മറിച്ചിട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഓവനിലാണ് സെറ്റ് ചെയ്തത്. അങ്ങനെ ഇതേ ഒരെണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വാഴയിലെടുക്കുക, സെയിം ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഗ്യാസിൻ്റെ മുകളിൽ തന്നെ, ഫ്ലെയിമിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ഓടിച്ചൊന്ന് വാട്ടിയെടുത്ത് പിന്നെ 2 കറിവേപ്പിലയൊക്കെ വെച്ച് ഫ്രൈ ചെയ്ത കരിമീനൊക്കെ വെച്ച് കൊടുത്തിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മസാല കുറച്ച് കുറവായിരുന്നു കേട്ടോ ഇതിൽ. കാരണം ഞാൻ ആദ്യത്തേൽ കുറച്ച് കൂടുതൽ വാരി വിതറിയതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് കുറവായിപ്പോയി. എന്നാലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ 2 സൈഡൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഭയങ്കര കുറച്ചാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര കരിമീനാണോ പൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് മസാല എടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മസാല ഉണ്ടാക്കാൻ ഏറ്റവും ടേസ്റ്റ് ചെറിയുള്ളി തന്നെയാണ് കേട്ടോ. സവാള കുറച്ചിട്ട് ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുക്കുക. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണല്ലോ. അത് ഇത്രയും മസാല രണ്ടാമത്തേൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതും സെറ്റാക്കി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓവനിലേക്ക് വെക്കുന്നില്ല കേട്ടോ. ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം റെഡിയായി വരും കേട്ടോ. അതല്ലെങ്കിൽ ചട്ടി നമ്മൾ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ഫ്ലെയിം ഓണാക്കി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെച്ചിട്ട്
ഒരു 15-20 മിനിറ്റ് വരെ അതിലൊന്ന് പൊള്ളിച്ച് എടുത്താൽ മതി കേട്ടോ, തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്. അങ്ങനെ കരിമീൻ്റെ കാര്യങ്ങൾ അവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ചിക്കൻ ചെയ്തേ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കസൂരി മേത്തിയും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളൊന്ന് അതിനെ സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ആ ഒരു കറിയുടെ ഒരു ഫ്ലേവർ. സ്മോക്ക് ചെയ്തതിന് ശേഷം ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് മുകളിൽ കാണാൻ കാരണം ബട്ടർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ബട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് മുകളിലിങ്ങനെ ഗ്ലേസിങ് പോലെ കറിക്ക് കാണുന്നത്. അതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പിന്നെ അത് അതിൻ്റെ ഇടയിൽ ഗീ റൈസ് ആക്കി എടുക്കുന്നുണ്ട്. ഇക്കാനെ വിളിച്ച സമയത്ത് ആളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഗീ റൈസ് സെറ്റാക്കി കരിമീനും പൊള്ളിച്ചെടുത്തിട്ടാ. പിന്നെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ടിൻഡ് പൈനാപ്പിൾ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും മിൻറ്റ് ലീവ്സും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിഫ്രഷിങ് ആണല്ലോ, നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അത് തണുപ്പിച്ച് തന്നെ കുടിക്കണം. അപ്പോൾ അതും ഒന്ന് സെറ്റാക്കി വെക്കണുണ്ട് കേട്ടോ. ഗോതമ്പ് പായസവും കൂടി എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു, പക്ഷേ അത് വേവിക്കാനേ പറ്റുള്ളൂ. ബാക്കി പരിപാടികൾക്ക് എനിക്ക് ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേവിച്ചിട്ട് അങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് ആക്കി വെച്ചു. അതിൻ്റെ പിറ്റേന്നോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിറ്റേ ദിവസം ഇവിടെ പ്രോഗ്രാം ആയതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി ഡിന്നർ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിറ്റേ ദിവസത്തേക്ക് എന്തായാലും നടക്കില്ല. അപ്പോൾ ഇക്ക വന്ന് കഴിയുമ്പോൾ ഉള്ള വീടിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. കംപ്ലീറ്റ് മെസ്സായിരിക്കും. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എപ്പോൾ ഇക്ക വന്നാലും ഇങ്ങനെയാണ് കേട്ടോ വീടിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ കുറച്ച് പച്ചച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ പഴുത്ത സംഭവമാണ് കൊണ്ടുവരാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഫ്രീസറിലേക്ക് വെക്കേണ്ട സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന പാടെ ഫ്രീസറിലേക്ക് വെച്ചു. ബാക്കി പിള്ളേർക്ക് മിഠായി കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. എല്ലായിടവും അങ്ങനെ കൊണ്ടുവന്ന പെട്ടിയും പിള്ളേരെ കഴിക്കലും ഓട്ടവും പിടിക്കലൊക്കെ ആയിട്ട് ഇത്ര നേരം ക്ലീൻ ചെയ്തതൊക്കെ അത്യാവശ്യം വെറുതെ ആയിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളൊക്കെ ഞാൻ പ്ലേറ്റ് ചെയ്യാനായിട്ടൊക്കെ വിളിച്ച് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളുമേക്ക് വെച്ചു. അപ്പോൾ ഈ ഒരു സ്മോക്കിൻ്റെ സംഭവം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോഴാണ് ആ കറി നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇക്കാട് ഉമ്മ അച്ചാർ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ, മാങ്ങ. അപ്പോൾ അത് അപ്പം തന്നെ പൊട്ടിച്ച് അതും കൂടി കൂട്ടി കഴിക്കുന്നുണ്ട്. അച്ചാറുകളൊക്കെ ഏകദേശം എൻ്റെ ആയി. ഫ്രിഡ്ജിൽ അച്ചാറുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതും പിന്നെ കരിമീനൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ചെറിയൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കരിമീൻ ഒരു സെറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. മറ്റേത് രാത്രി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അതിൽ തന്നെ 2 മീനുണ്ടല്ലോ. അപ്പോൾ നമുക്കത് മതിയാവും. അത്യാവശ്യം വലിയ ഫിഷ് തന്നെയാണ്. ഇവിടെ കരിമീൻ ഫ്രോസൺ ആണ് കേട്ടോ വരുന്നത് നാട്ടിൽ നിന്നുള്ളത്. ബാക്കിയെല്ലാം ഫ്രഷ് ഇവിടുന്ന് പിടിച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അവരൊരിക്കലും കരിമീൻ വാങ്ങിക്കാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഫ്രഷ് ആണെന്നൊന്നും പറയാൻ പറ്റൂല എന്നാ പറയാറ്. പിന്നെ നമ്മളിടയ്ക്കൊരു കൊതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിക്കണതാണ് കേട്ടോ. ബാക്കി ഏത് ഫിഷാണെങ്കിലും മാർക്കറ്റിൽ നിന്ന് അവർ ഫ്രഷായിട്ട് അന്നുള്ള ഫിഷാണ് നമുക്ക് ഡയറക്റ്റ് കിട്ടണത്. അപ്പോൾ ഈ ഒരു സംഭവം മാത്രം അവർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവർ ഉറപ്പ് പറയാറില്ല. കാരണം നാട്ടിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ എത്ര ദിവസം മുമ്പത്തെ ആണെന്നൊന്നും നാട്ടിലത്തെ കരിമീൻ്റെ ടേസ്റ്റും അതിനില്ല, അതാണ് സത്യം. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കൊതി വരുമ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത്താത്തയൊക്കെ വന്ന സമയത്ത് നിഹാലിൻ്റെ ചതയുടെ മോൻ്റെ ഏറ്റവും ഫേവറേറ്റ് കരിമീനാണ്. അപ്പോൾ അന്ന് വാങ്ങിയിരുന്നു. അങ്ങനെ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം വാങ്ങി ടേസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്ര ഫ്രഷ് കരിമീൻ കിട്ടില്ല. അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി എനിക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ പ്രോഗ്രാം. ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 10 മണിയെന്നാണ് പറയുന്നതെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവും. അപ്പോൾ എനിക്കൊരു 10 മണിയാകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം. മക്കളെ ഞാൻ രാവിലെ മദ്രസയിൽ വിടാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ വെറുതെ മദ്രസ കളയണ്ടല്ലോ. അപ്പോൾ ഇക്കായും പിള്ളേരും കൂടി മദ്രസയിൽ നിന്ന് വന്നിട്ട് ഒരു 12:30 1 മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കാൻ പാകത്തിന് അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. ഞങ്ങളുടെയൊക്കെ പ്രോഗ്രാം എന്തായാലും ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇന്നലെ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് മദീന മാളിൽ പോയി. അവിടെ നിന്ന് എനിക്ക് 2-3 ജ്വല്ലറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മുടിയൊന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് എന്നിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായി. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ ടാക്സി വിളിച്ചിട്ട് പോന്നിട്ടോ. വന്ന വഴി എന്താ പറയുക, തളർന്നുറങ്ങാമെന്ന് പറയില്ല, അങ്ങനെ ഞാൻ തന്നെ അറിയാതെ ഉറങ്ങിപ്പോയി. വെളുപ്പിന് 3 മണിക്കൊക്കെ എണീറ്റാണ് പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. പിന്നെ ഇക്ക വന്നതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ തന്നെ കിടക്കായിരുന്നിട്ട് പെട്ടി കാര്യങ്ങളൊക്കെ. ഇവരെത്ര ചെയ്താലും അതങ്ങനെ അങ്ങോട്ട് നീറ്റാവാറില്ല. പിന്നെ ഞാൻ
3 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഇഷ നിസ്കരിച്ചിട്ട് പിന്നെ കിടന്ന് പിന്നെ ഒരു 5 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടാണ്. എന്നിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബട്ടർ നാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കറുത്ത എള്ളും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പരത്തുന്ന സമയത്ത് എന്തായാലും എല്ലാവിടെയും ഇതൊരു ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പൊടി വെച്ചിട്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ റോളർ വരെ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അത് പരത്തി കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് തൊടണ എല്ലാവിടെ അത് ഒട്ടിപ്പിടിക്കും. പിന്നെയും ഒട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഓയിൽ എന്തായാലും വേണം. അങ്ങനെ ഓരോന്നായിട്ട് പരത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ കിട്ടിയത്. ഞാനിങ്ങനത്തെ എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യും. എന്നിട്ട് 2-3 വീഡിയോസ് നോക്കിയിട്ട് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്തെടുക്കും കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറ്. ചിലപ്പോൾ 2-3 വീഡിയോ അല്ലെങ്കിൽ 2-3 ആൾക്കാരുടെ മിക്സിംഗ് ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കുള്ളതൊക്കെ ചുട്ടെടുക്കുകയാണ്. പിന്നെ തലേദിവസം ചിക്കൻ കറി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് മദ്രസ ഇന്ന് 8:15 വണ്ടി വരും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ക്ലീനിങ്ങും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചു വെക്കാണ്. നമ്മൾ പോകുന്ന സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ആ സമയമാകുമ്പോഴത്തേനും എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവും. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്ക വന്നപ്പോൾ എനിക്കൊരു സൽവാർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ബോംബെ പോയിട്ടാണ് പിന്നെ നാട്ടിൽ പോയത്. അപ്പോൾ ബോംബെയിൽ നിന്നൊരു ചുരിദാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പോൾ അത് അത്യാവശ്യം നല്ല ലൂസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് പിന്നെ ഞാനത് ഇട്ടിട്ടില്ല. പ്രോഗ്രാമിൻ്റെ വീഡിയോ അത് മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ അത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി വറുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിറ്റേ ദിവസമാണ് ഞാൻ പായസമാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പോളം ഗോതമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, സൂചി ഗോതമ്പ്. കാരണം എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കുറച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പോളം എടുത്തിട്ടുണ്ട്. അങ്ങനെ 8 ഗ്ലാസ്, ഒരു കപ്പിന് 4 ഗ്ലാസ് വെച്ചിട്ട് 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിലിനാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നു കേട്ടോ. അപ്പം സൂചി ഗോതമ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം അത്യാവശ്യം വറുത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നല്ല പാകത്തിന് വെന്ത് വരും. എന്നിട്ട് ഇത് പിറ്റേ ദിവസം തുടങ്ങി ഞാൻ ചെയ്ത കാര്യങ്ങളാട്ടോ. അപ്പോൾ ആ വെന്ത സംഭവത്തിന് ഞാൻ വലിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഓൾറെഡി ഉരുക്കിയത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശർക്കര ഉരുക്കിയതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഏലക്ക ചതച്ചതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമുക്ക് അത്യാവശ്യം പായസത്തിന് വേണം. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. അത് ബാലൻസ് ചെയ്യാൻ ഉപ്പ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടാലാണ് ആ പായസത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2ാം പാലും 1ാം പാലും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഓൾറെഡി തേങ്ങയൊക്കെ പുറത്ത് വെച്ച് ഞാൻ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ കുറച്ചും കൂടി വേവിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 2ാം പാലാണ്. പിന്നെ ഏലക്കയും ആവശ്യത്തിനൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ ടേസ്റ്റ് നോക്കാം കേട്ടോ. ടേസ്റ്റ് അനുസരിച്ച് നമ്മളെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി അവസാനം ഫൈനൽ 1ാം പാൽ ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നെയ്യിൽ കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കാടെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ പായസം. ആൾക്ക് പുഡിങ്ങോ കാര്യങ്ങളൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പുഡിങ് ഇളനീർ പുഡിങ്ങാണ്. അത് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. അത് ഞാനിവിടെ അന്വേഷിച്ചിരുന്നു. ഇളനീർ വെച്ചിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ വെള്ളം അവൈലബിൾ ആണ്. പക്ഷെ കാമ്പുള്ള ടൈപ്പ് തേങ്ങ ഒന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഗ്രാൻഡിലും ഉണ്ടായിരുന്നില്ല, അതേപോലെ മാർക്കറ്റിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഞാനത് ഡ്രോപ്പ് ചെയ്ത് പായസത്തിലേക്ക് കടന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക്സ് തരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.